ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഞങ്ങളുടെ ആശ്രമ സന്നിധിയിൽ വെച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഭഗവത്ഗീത ശ്രവിക്കാനായിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് പേര് വേദാന്ത ക്ലാസ്സിൻ്റെ പങ്കെടുക്കുന്നവരും കുറച്ച് പേരുണ്ട്. എന്തായാലും ഗീതാധ്യാനത്തിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. മഹാഭാരതത്തെ ഒരു യുദ്ധനദി എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ധ്യാന ശ്ലോകം. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ഈ ഒരു ശ്ലോകത്തിൽ യുദ്ധനദിയെ ആണ് വർണ്ണിച്ചതെങ്കിലും ആ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ചിത്രത്തെ നമുക്കതിൽ കാണാൻ സാധിക്കും. ഇവിടെ പറയാണ് ഭീഷ്മദ്രോണതടാ. ആ രണ്ട് കരകളായിട്ടുള്ളത് ഭീഷ്മരും ദ്രോണരുമായിരിക്കുന്ന രണ്ട് തടങ്ങള്. ജയദ്രഥജല, ആ സമുദ്രത്തിലെ ജലം എന്ന് പറഞ്ഞാൽ ജയദ്രഥനാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും ആ യുദ്ധ പ്രാഗൽഭ്യത്തെ കാണിക്കുന്നതാണ് ഈ ഓരോ വർണ്ണനകളും തന്നെ. ഗാന്ധാര നീലോപല, ഗാന്ധാരനെ കരിമ്പാറയായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ശല്യഗ്രാഹവതി, ശല്യര് മുതല, ശല്യഗ്രാഹവതി കൃപേണ വഹനി, ആ ഒഴുക്ക് കൃപരാൽ, ആ ഒഴുക്കിനെ കൃപരായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. കർണേന വേലാകുല, ആ ഒരു ഓളങ്ങള്, ആ കർണനാൽ ഇളക്കി മറിക്കപ്പെട്ട ഓളങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അശ്വത്ഥാമ വികർണ ഘോരമകരവും, അശ്വത്ഥാമാവ് വികർണൻ തുടങ്ങിയവര് വലിയ മകര മത്സ്യങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ദുര്യോധനാവർത്തിനി, ദുര്യോധനാകുന്ന ചുഴി. ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു നദി അല്ലെങ്കിൽ യുദ്ധ രംഗം എന്നുള്ളത്, ജീവിതമാകുന്ന ഈ ഒരു
യുദ്ധരംഗത്ത് ഇത്രയ്ക്കധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും, എപ്പോഴാണ് ചുഴിയിൽ പെടുക, എപ്പോഴാണ് മത്സ്യം കടിക്കുക എന്നുള്ളതായ സങ്കീർണതകളൊക്കെ, ആകുലതകളൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു ജീവിതമാകുന്ന നദിയെ പാണ്ഡവന്മാര് കടന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പാണ്ഡവന്മാർ ഈ രണനദിയെ കടന്നത്? പാണ്ഡവൈഹി രണനദി കൈവർത്തക കേശവ. കേശവൻ കൈവർത്തകനായിട്ട്, കടത്തുകാരനായിട്ട് കേശവൻ ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് പാണ്ഡവന്മാർക്ക് ഈ രണനദിയെ കടക്കാൻ സാധിച്ചു. ഭഗവാൻ ധാർത്തരാഷ്ട്രന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, പാണ്ഡവന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? എല്ലാവരുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ തന്നെയായിരുന്നു. പക്ഷേ പാണ്ഡവന്മാരാണ് ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല, ആശ്രയിക്കാൻ സാധിച്ചില്ല. കഥകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യുദ്ധത്തിനുള്ള ക്ഷണവുമായിട്ട് ഭഗവാന്റെ അടുത്ത് പോയ സമയത്ത്, അല്ലേ, ദുര്യോധനൻ ആവശ്യപ്പെട്ടത് ഭഗവാന്റെ ആയുധങ്ങളായിരുന്നു. ആയുധങ്ങളാണ് ദുര്യോധന പക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ അർജുനൻ ആവശ്യപ്പെട്ടത് ഭഗവാനെ ആയിരുന്നു. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളവരായതുകൊണ്ട് പാണ്ഡവന്മാർക്ക് ഈ ഒരു രണനദിയെ കടക്കാൻ സാധിച്ചു. അതുപോലെ നമ്മളും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ ഗുരുനാഥന്മാരെ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുരുനാഥന്മാർ ഉപദേശിച്ചിട്ടുള്ള ശാസ്ത്രത്തെ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധനദിയെ, ജീവിതമാകുന്ന യാത്ര നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് നമുക്ക് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ഒരു ഗുരുനാഥന്മാരെ ആശ്രയിക്കുക, ശാസ്ത്രത്തെ ആശ്രയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ളവരൊക്കെ തന്നെ ഈ ഒരു രണനദിയെ കടക്കാനായിക്കൊണ്ട് ഉള്ള സാമർഥ്യത്തോടു കൂടി വന്നിട്ടുള്ളവരാണ്, അല്ലേ? അതിനുള്ള യോഗ്യതയോടുകൂടി വന്നിട്ടുള്ളവരാണ്, യോഗ്യതയോടുകൂടി വന്നിട്ടുള്ളവരാണ്. ഉള്ളവരെ ഈ ഒരു ശാസ്ത്ര ശ്രവണത്തിനുള്ള സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ എത്തിച്ചേർന്നു, അതിനുള്ള ഒരു എൻട്രൻസ് നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം, എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ മാത്രം പോരല്ല, അല്ലേ? മെഡിസിൻ ആണെങ്കിൽ പിന്നെയും പഠിക്കണം. അതുപോലെ ഒരു യോഗ്യത നമുക്ക് നേടി എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, ഇനിയും നമുക്ക് തുടർന്ന് പഠിക്കാം, പഠിക്കാതിരിക്കാം, ഒരു വർഷം പഠിച്ച് നിർത്താം, അല്ലേ? 2 വർഷം പഠിച്ച് നിർത്താം, അല്ലേ? പിന്നെ 5 വർഷം പൂർത്തിയാക്കാം. എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കാം. ഏതായാലും ആ യോഗ്യത കിട്ടിയ നിലയ്ക്ക് അത് പൂർത്തിയാക്കി അതിൻ്റെ ധന്യതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഇനി മുതൽ ഗീതാമൃതത്തെ, അല്ലേ, ഗീത അമൃതമായിട്ടാണ് പറയുന്നത്, ഗീതാമൃതത്തെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ തന്നെ ഈ ഒരു ഗീതാമൃതത്തെ ശ്രവിക്കാൻ, പാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ഗീതാമൃതത്തെ പാനം ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ജീവിത യാത്രയെ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു ഭഗവത്ഗീത നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിൻ്റെ പേരെന്താ? അർജുന വിഷാദ യോഗം, അല്ലേ? 2-ാം അധ്യായത്തിൻ്റെ പേര്
സാഖ്യയോഗം. അപ്പൊ എല്ലാ അധ്യായത്തിന്റെ പേരിന്റെ കൂടെ ഉണ്ട് യോഗം എന്നുള്ളത്, അല്ലേ? ഇപ്പോ ഭഗവത്ഗീതയുടെ സാരം നമുക്ക് യോഗമാണെന്ന് പറയാം, അല്ലേ? അല്ലേ? യോഗമാണ് ഭഗവത്ഗീതയുടെ സാരം. അപ്പോൾ യോഗം എന്താണെന്നുള്ളത് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കേട്ടു. എന്താണ് എന്താണ് ധ്യാനയോഗം എന്നുള്ള അധ്യായത്തിലെ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കേട്ടു. ഇപ്പോൾ ആ ദുഃഖ സംയോഗ വിയോഗം യോഗം. നേരത്തെ സ്വാമിജി ഒരു വാക്കൂടെ പറഞ്ഞു, ലോക വിയോഗം യോഗം, അല്ലേ? ലോകവിയോഗം യോഗം. അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? ലോകം എന്ന് പറഞ്ഞാൽ അനിത്യമാണ്, അസുഖമാണ്. അനിത്യമായിട്ടുള്ള അസുഖമായിട്ടുള്ള ഈ ലോകവുമായിട്ടുള്ള ചേർച്ചയാണ് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്, അല്ലേ? അനിത്യവും അസുഖവുമായിട്ടുള്ള ലോകത്തോടുള്ള ചർച്ചയാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. അനിത്യം അസുഖം ലോകം. അപ്പോ അതിനുള്ള പരിഹാരം എന്താണ്? ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ഒരു അസുഖം അല്ലെങ്കിൽ ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള വഴിയായിട്ട് ഒരു ഭക്തന്റെ തലത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഭജസ്വമാം, എന്നെ ഭജിച്ചോളുക. ഈ അനിത്യമായിട്ടുള്ള അസുഖമായിട്ടുള്ള ലോകത്തിൽ നിന്ന് സമാധാനം സുഖം ഉണ്ടാവണമെങ്കിൽ എന്താണ് വഴി? ഭഗവാനെ ഭജിച്ചോടുക. ഭക്തന്റെ തലത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഏകമായിട്ടുള്ള മാർഗം എന്നുള്ളത്. ആ ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് നമുക്ക് പല 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 തലങ്ങളിൽ പറയാം, അല്ലേ? ഭക്തന്റെ തലത്തില്, കർമ്മയോഗിയുടെ തലത്തില്, ജ്ഞാനിയുടെ തലത്തില്, ഓരോരുത്തരുടെയും തലഭേദത്തിനനുസരിച്ച് നമുക്ക് ആ ഭജനം നിർവഹിക്കാം. എല്ലാവർക്കും ഒരേ ഭഗവാനെയാണ് ഭജിക്കുന്നതെങ്കിലും അവരവരുടേതായ തലത്തിനനുസരിച്ച് നമുക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. ഭഗവാനെ ഭജിക്കുന്നതിൽ അവരവരുടേതായ മാർഗം ഏതാണോ അതിനനുസരിച്ചതായ ശ്രേഷ്ഠത ഓരോ മാർഗത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖം. അപ്പം എന്താണ് ദുഃഖത്തിനുള്ള അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ നമുക്ക് പല പല കാരണങ്ങളെ പറയാൻ പറ്റും, അല്ലേ? അതില്ല, ഇതില്ല, അതുണ്ട്, ഇതുണ്ട്, അല്ലേ? പല പല കാരണങ്ങളെ നമുക്ക് ലൗകികമായിട്ട് ദുഃഖത്തിന് കാരണമായിട്ട് പറയും. എന്നാൽ വേദാന്ത തൽപരരായിട്ടുള്ള അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ദുഃഖത്തിനുള്ള അടിസ്ഥാന കാരണം എന്നുള്ളത് അജ്ഞാനമാണെന്ന് പറയും, അല്ലേ? അജ്ഞാനമാണ്. ഇപ്പൊ സാധാരണ ഒരു കർമ്മിയായിട്ടുള്ള ഒരാളോട്, പല പല ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാളോട് അജ്ഞാനമാണ് ദുഃഖ കാരണം എന്ന് പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. അല്പമെങ്കിലും ഈ ഒരു വേദാന്ത ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർമ്മികളായിട്ടുള്ളവരോട് അവർക്ക് അതിനേതായ ശാസ്ത്രമുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു വേദാന്തത്തിൽ താല്പര്യമുള്ളവരോടാണെങ്കിൽ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്ന് മനസ്സിലായാൽ എങ്ങനെയാണ് ഈ അജ്ഞാനം നീക്കുക എന്നുള്ളതായി, അല്ലേ? അജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വന്തം പൂർണ്ണതാബോധം അല്ലെങ്കിൽ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അജ്ഞാനം എന്നുള്ളത്. ആ അറിവില്ലായ്മയുടെ പിന്തുടർച്ചയാണ്, സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ പിന്തുടർച്ചയാണ് ബാക്കിയുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ വേദാന്തം ആ ഒരു അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു
പൂർണ്ണതയാണ് നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്. ആ ഒരു ജീവനെ നമുക്ക് ആ ഒരു പൂർണ്ണതയെ ബോധിപ്പിച്ചു തരുകയാണ് വേദാന്ത ശാസ്ത്രം. മറ്റ് പല വിദ്യകളും നമുക്ക് ബുദ്ധി കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? ഒരു ശരിയായ തത്വത്തെ നമുക്ക് ബോധിപ്പിച്ചു തരുകയാണ് വേദാന്തം ചെയ്യുന്നത്. വേദാന്ത സാധനകളെ കുറിച്ച് പറയുമ്പോൾ പറയൂ, എന്താണ് വേദാന്ത സാധനകള്? വേദാന്ത സാധനകള് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവയാണ് വേദാന്ത സാധനകളായിട്ട് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ശ്രവണം എന്ന് പറഞ്ഞാൽ വളരെ കേവലം കേൾക്കുക മാത്രമല്ല, ആ ഒരു അർത്ഥബോധത്തോടു കൂടി തത്വത്തെ കേൾക്കുക. അല്ല കേട്ടാൽ മറന്നു പോകുന്ന വിഷയങ്ങളെ പോലെയുള്ള കേൾവിയല്ല, മറിച്ച് ആ ഒരു അർത്ഥബോധം, നഷ്ടപ്പെടാത്ത ഒരു അർത്ഥബോധം നമുക്ക്, മറന്നു പോവാത്ത ഒരു അർത്ഥബോധം നമുക്ക് ലഭിക്കുക എന്നുള്ള നിലയ്ക്കുള്ള ശ്രവണം, അല്ലേ? ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നൊക്കെ പോകും. പക്ഷെ ഈ ഒരു ബോധം അവിടെ മറക്കുകയല്ല ചെയ്യുന്നത്, മറക്കുന്ന വിധത്തിലല്ല, മറിച്ച് ആ അർത്ഥത്തെ ദൃഢമായിട്ട് ബോധിക്കുന്ന തരത്തിലുള്ള ആ ഒരു ശ്രവണം വളരെ വിശദമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും അല്പബുദ്ധിയിൽ ഇരുന്നു കൊണ്ട് അല്പഭാഷയിൽ പറയുകയാണ്. ഏതായാലും ശ്രവണം, ഇനി മനനം, അല്ലേ? രണ്ടാമത്തതാണ് മനനം എന്നുള്ളത്. ആ ശ്രവിച്ചതിനെ സംബന്ധിച്ച് നമ്മുടേതായ സംസ്കാരങ്ങളെ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. ശരിയായ തലത്തിൽ മനസ്സിലാക്കുക എന്നുള്ള പ്രയാസം തന്നെയാണ്. ആ ഒരു അർത്ഥത്തെ, ആ ഒരു തത്വത്തെ നമ്മൾ നമ്മുടേതായ ബുദ്ധിയിൽ വെച്ച് അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് അതിൻ്റെ സംബന്ധിച്ച സംശയങ്ങളും അതിനുള്ള വിപര്യങ്ങളും ഒക്കെ ചിന്തിച്ച് പല പല തടസ്സങ്ങളും വരും, അല്ലേ? ഈ ചിന്തിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും വരും. നമ്മുടെ അഹങ്കാരം തന്നെ തള്ളി വരുന്ന സമയത്ത്, അല്ലേ? ചിലപ്പോൾ ഈ തത്വം തന്നെ നമ്മൾ മറന്നുപോയി എന്ന് വരും. അഹങ്കാരത്തിന്റെ തള്ളിച്ചയിൽ ഈ തത്വം തന്നെ നമ്മൾ മറന്നുപോയി എന്ന് വരും. അല്ലെങ്കിൽ പല പല ദുഃഖ സാഹചര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു തത്വത്തെ തന്നെ നമ്മൾ മറന്നു പോവാനുള്ള ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വിപര്യങ്ങളെയൊക്കെ നീക്കി തുടർന്ന് നിധിധ്യാസനത്തിലൂടെ ആ ഒരു ഏകമായിട്ടുള്ള തത്വത്തെ ഉറപ്പിക്കുന്ന, ആ ഒരു തത്വത്തെ നമുക്ക് സ്വയം ബോധിക്കുന്ന നിധിധ്യാസനം എന്നുള്ള ഈ ഒരു 3 തലങ്ങളിലൂടെ നമുക്ക് വേദാന്ത തത്വത്തെ ബോധിക്കാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ശാസ്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ പലവിധ വ്യവഹാരങ്ങളിലൊക്കെ പെടുന്ന സമയത്തും അല്പസമയം ഈ ഒരു ശാസ്ത്ര ശ്രവണത്തിനും മനനത്തിനും നിധിധ്യാസനത്തിനും ഒക്കെ സമയം കണ്ടെത്തണം. പല പല തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യജന്മം നമുക്ക് അതിമഹത്തായ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ അതിൻ്റെതായ ലക്ഷ്യത്തിന് വേണ്ടി ജീവിതത്തെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടമായിരിക്കും. ആ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു ശാസ്ത്ര ശ്രവണത്തിനുള്ള അനുഗ്രഹം നമുക്ക്, അല്ലെങ്കിൽ പൂർവ്വ പുണ്യം നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലും തന്നെ അല്പസമയം ഈ ഒരു ശാസ്ത്ര ശ്രവണ മനന നിധിധ്യാസനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആ ഒരു മഹത്വത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും എന്ന് നമ്മോട് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. ഇവിടെ നമ്മൾ ധ്യാനയോഗം എന്നുള്ള ഈ ഒരു
ഗീതയുടെ സാരത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഗീതയുടെ സാരം എന്ന് നമുക്ക് എല്ലാ അധ്യായത്തിന്റെ പേര് യോഗം, ചർച്ച എന്നുള്ളത് അല്ലേ. ആ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് പറയാം ഭക്തന്റെ തലത്തിൽ പറയുകയാണെങ്കിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ചർച്ച എന്ന് പറയാം. ഒരു ജ്ഞാനിയുടെ തലത്തിലാണ്, ജ്ഞാന വിചാരം ചെയ്യുന്ന തലത്തിലാണെങ്കിൽ നമുക്ക് പറയാം ആത്മബ്രഹ്മൈക്യം എന്ന് പറയാം. ആ ഒരു തലത്തിലൊക്കെ ആ ഒരു യോഗം എന്നുള്ള നിലയ്ക്ക് ലക്ഷ്യം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. ലക്ഷ്യം എന്നുള്ള അർത്ഥം മാത്രമല്ല യോഗത്തിനുള്ളത്, മാർഗം എന്നുള്ള തലവും കൂടെ യോഗത്തിനുണ്ട്. അതായത് ആ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെയും യോഗം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഗീതയുടെ ലക്ഷ്യം യോഗമാണ്, മാർഗം എന്താണ്? യോഗമാണ്. മാർഗവും യോഗം തന്നെ ഈ ഒരു അർത്ഥത്തിലാണ്. ലക്ഷ്യവും യോഗം തന്നെ, മാർഗവും യോഗം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ ഈ ഒരു 6-ാം അധ്യായം ധ്യാനയോഗം എന്നുള്ള 6-ാം അധ്യായത്തിൽ എങ്ങനെ ധ്യാനത്തിലൂടെ യോഗത്തെ പ്രാപിക്കാം അല്ലേ, ആ ഒരു ധ്യാനത്തിലൂടെ എങ്ങനെയാണ് യോഗത്തെ ആ ഒരു ചർച്ച ഉണ്ടാവുക ഭഗവാനുമായിട്ട്, അല്ലെങ്കിൽ ആ പരമാത്മ സ്വരൂപമായിട്ട് എങ്ങനെയാണ് ചർച്ച ഉണ്ടാവുക, അതിനെ നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും എന്തൊക്കെ ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഒരു സാധാരണ ഒരു ലോക ജീവിതത്തിൽ പോലും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ പറഞ്ഞില്ല. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു, ധ്യാനയോഗി അല്ലെങ്കിൽ പോലും ഏതൊരു ജീവിതത്തിലും പരിപാലിക്കേണ്ട അടിസ്ഥാന നിയമങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു. ഇവിടെ 29-ാമത്തെ ശ്ലോകം വരെ പഠിച്ചു അല്ലേ. 29-ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. എല്ലായിടത്തും സമദർശിയായിട്ടുള്ള ആളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ ശ്രദ്ധിക്കാനുള്ളത് 30-ാമത്തെ ശ്ലോകാണ്. ഒന്ന് ചൊല്ലി നോക്കാം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം അല്ലേ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ളതും വളരെ ഉയർന്ന ഒരു തലത്തെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിൻ്റെ പ്രായോഗിക തലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉയർന്ന ഒരു തലം തന്നെയാണ് ഇതിൻ്റെ പ്രായോഗിക തലം എന്നുള്ളത്. ഏതായാലും നമുക്ക് അർത്ഥം ഒന്ന് നോക്കാം. ഈ ഒരു കാഴ്ചപ്പാടിലാണ് മഹാപുരുഷന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ, ആചാര്യന്മാർ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നാൽ സാധകന്മാരെ സംബന്ധിച്ച് അതാവട്ടെ അഭ്യാസത്തിലൂടെ, നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ, പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു തലം തന്നെയാണ്. എല്ലാവർക്കും തന്നെ പരിശ്രമത്തിലൂടെ, മനുഷ്യനാണെങ്കിൽ ഒരു പരിശ്രമം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രമേണ ആ ഒരു കാഴ്ചപ്പാടിനെ നമ്മുടെ കാഴ്ചപ്പാടിനെ, പരിമിതമായ നമ്മുടെ കാഴ്ചപ്പാടിനെ വളരെ വിശാലമാക്കി തീർക്കുന്ന, വിശാലമായ ഒരു ജീവിത കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന ഒരു ശ്ലോകമാണിത്. ഏതായാലും യോ മാം പശ്യതി സർവത്ര, യോ പറഞ്ഞ യഹ മാം പശ്യതി സർവത്ര, യഹ പറഞ്ഞ യാതൊരാൾ, മാം പശ്യതി സർവത്ര, സർവത്ര മാം
പശ്യതി. യാതൊരാളാണോ എല്ലായിടത്തും മാം പശ്യതി, യാതൊരാളാണോ എല്ലായിടത്തും എന്നെ കാണുന്നത്, എല്ലായിടത്തും എന്നെ കാണുന്നത്. പറയാനും കേൾക്കാനും ഒക്കെ സുഖാണ് അല്ലേ, വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ കാണാന്ന് പറഞ്ഞാല് അത്ര എളുപ്പമൊന്നുമല്ല. യോ യഹ മാം പശ്യതി സർവത്ര, എല്ലായിടത്തും എന്നെ കാണാം. വിഭൂതി യോഗത്തിലൊക്കെ ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് അല്ലേ, അതെല്ലായിടത്തും അല്ല, ശ്രേഷ്ഠമായതിനെ കാണിച്ചുകൊണ്ട്, അതും ഒരു തലം തന്നെ, പക്ഷെ അതിനേക്കാളൊക്കെ ഉയർന്നൊരു തലാണ് ഇവിടെ പറയുന്നത്. എല്ലായിടത്തും കാണുക, എല്ലായിടത്തും കാണാൻ പറയാം, എല്ലാവരിലും കാണുക, എല്ലാത്തിലും കാണുക, എപ്പോഴും കാണുക അല്ലേ, സുഖത്തിലും ദുഃഖത്തിലും, ഇനി തൂണിലും തുരുമ്പിലും അല്ലേ, എല്ലാ കാലത്തിലും അങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കുക. മാം പശ്യതി, എന്നെ കാണുക. കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അല്ലേ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥം അല്ല. ചെവി കൊണ്ട് കേട്ടാലും എല്ലാത്തിലൂടെയും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി പശ്യതി എന്ന് പറഞ്ഞാൽ കാണുക എന്ന് മാത്രമല്ല, എന്താ പറയാ, തിരിച്ചറിയുക എന്നൊക്കെ പറയാം അല്ലേ. ഏതായാലും ഇവിടെ പശ്യതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും എന്നെ കാണാം. സർവം ച മയി പശ്യതി, എന്നിൽ എല്ലാത്തിനെയും കാണാം. എന്നിൽ, മയി പറഞ്ഞാല് എന്നിൽ, സർവം പശ്യതി, എന്നിൽ എല്ലാറ്റിനെയും കാണാം. എന്നെ എല്ലാറ്റിലും കാണാം, എന്നിലെ എല്ലാറ്റിനെയും കാണാം. അപ്പം ഞാനും പലതും എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാതെ, ഞാനും എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതും എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാതായി. മാം പശ്യതി സർവത്ര, എന്നെ എല്ലാത്തിലും കാണുക, എല്ലാറ്റിലും എന്നിൽ എല്ലാറ്റിനെയും കാണുക. അങ്ങനെ കണ്ടാൽ എന്താണ്? തസ്യ പ്രകാരം കാണുന്ന ആൾക്ക് അഹം ന പ്രണശ്യാമി, അങ്ങനെ കാണുന്ന ആൾക്ക് ഞാൻ നശിക്കുന്നില്ല. സജമേ ന പ്രണശ്യതി, എനിക്ക് അയാളും നശിക്കുന്നില്ല. തസ്യ അഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി, അയാൾക്ക് ഞാൻ നശിക്കുന്നില്ല, എനിക്ക് അയാളും നശിക്കുന്നില്ല. ഇവിടെ നശിക്കുക എന്നുള്ളതിന് ഭാഷ്യത്തിൽ പറയുന്നത് പ്രണശ്യാമി ന പരോക്ഷതാം ഗമിഷ്യാമി, പരോക്ഷതയെ പ്രാപിക്കുന്നില്ല, അയാൾക്ക് പരോക്ഷമായി തീരുന്നില്ല. അതായത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾക്ക് അപരോക്ഷമായി തീരുന്നു ആത്മതത്വം, അപരോക്ഷമായി തീരുന്നു ഭഗവാൻ. അല്ലാതെ നശിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, ന പരോക്ഷത ഗമിഷ്യാമി, അങ്ങനെയുള്ള ആൾക്ക് അപരോക്ഷമായ അനുഭവത്തെ അയാൾ നേടുന്നു. ഭഗവാനും ഭക്തനും ജ്ഞാനീ ത്വാത്മൈവ മേ മതം അല്ലേ, ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയും. നമേ ഭക്ത പ്രണശ്യതി, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല എന്നൊക്കെ ഈ ഒരു ആശയത്തെ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു തലം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ പരിമിതമായിട്ടുള്ള വൃത്തിയോട് കൂടിയിട്ടുള്ള കാഴ്ചപ്പാടിനെ വിശാലമാക്കി ഉയർത്തുന്ന ഒരു കാഴ്ചപ്പാടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രക്രിയ എന്നുള്ളത്, ആ ഒരു തലം എന്നുള്ളത് വളരെ വളരെ പ്രയാസം തന്നെയാണ് എന്ന് നമ്മൾ അറിയാം അല്ലേ. അതെ അതെ, ഒരു ഭക്തന്റെ ഒരു ജീവിത കാഴ്ചപ്പാടിനെ കുറിച്ച് പറയും.
ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാര പദയോർ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഈ ഒരു സന്ദർഭത്തിലല്ല പറയേണ്ടത്, ഒരു ഭക്തൻ്റെതായ അല്ലെങ്കിൽ കർമ്മയോഗിയുടേതായ തലത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുക, ആത്മാത്വം ഗിരിജാ മത്തിഹി. ആത്മാ ആരാണ്? ഭഗവാൻ അല്ലേ? ഭഗവാനാണ്. ബുദ്ധി ആരാണ്? ഗിരിജാമതി, പാർവതി ദേവി സർവേശ്വരിയാണ്, മാതാവാണ്, ലോകമാതാവാണ്. സഹചരാഹ പ്രാണാഹ ശരീരം ഗൃഹം. പ്രാണാഹ സഹചരാഹ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന. വിഷയോപഭോഗരചന, വിഷയോപഭോഗങ്ങളൊക്കെ എന്താണ്? എന്ത് ചെയ്താലും അത് ഭഗവാനുള്ള പൂജയാണ്. എന്ത് ചെയ്താലും, എന്ത് കണ്ടാലും, എന്ത് കേട്ടാലും എല്ലാ വിഷയഭോഗവും ഭഗവാന്റെ പൂജയാണ്. നിദ്ര സമാധിസ്ഥിതി. നിദ്ര എന്താണ്? സമാധിസ്ഥിതിയാണ്. സഞ്ചാര പദയോർ പ്രദക്ഷിണ വിധി. നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആ നടത്തൊക്കെ എങ്ങനെയുള്ളതാണ്? ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്നതാണ്. പ്രദക്ഷിണ വിധി. സ്തോത്രാണി സർവാഗിരോ. എന്ത് പറഞ്ഞാലും എന്നുവെച്ച് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതല്ല, എന്നിട്ട് ഭഗവാന്റെ സ്തോത്രാന്ന് പറയാന്നുള്ളതല്ല അല്ലേ? ആ ഒരു കാഴ്ചപ്പാടുള്ള ആളെ സംബന്ധിച്ച് അയാൾ പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭഗവത് തത്വത്തെ കുറിച്ചായിരിക്കും, നല്ല വാക്കുകളായിരിക്കും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ഭഗവാന്റെ സ്തോത്രമാണ് അല്ലേ, അങ്ങനെ പറയാന്നുള്ളതല്ല. സ്തോത്രാണി സർവാഗിരോ. പിന്നെയോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. അല്ലയോ ഭഗവാനെ, എന്തെന്ത് കർമ്മങ്ങൾ ഇതിൽ പറയാത്ത എന്തെന്ത് കർമ്മങ്ങളുണ്ടോ, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതൊക്കെ തന്നെ ഭഗവാന്റെ ആരാധനയാണ് എന്നുള്ള ആത്മാത്വം ഗിരിജാമതി. സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാഹ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി. സഹചരാ പ്രാണ ശരീരം ഗൃഹം. ശരീരം ഗൃഹം, ഭഗവാന്റെ ഗൃഹമാണ് ശരീരം. പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി. സഞ്ചാര പതയോർ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. എന്താ? ആത്മാത്വം ഗിരിജാമതി പ്രാണാശരീരം ഗൃഹം. സഹചര പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി. സഞ്ചാര പതയോർ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഈ ഒരു കാഴ്ചപ്പാട് നേടിയ ഒരാളെ സംബന്ധിച്ച് അയാളുടെ കർമ്മങ്ങളൊക്കെ തന്നെ ലോകത്തിന് അനുഗ്രഹമായിരിക്കും അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറയുന്നത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ
അപരന് സുഖത്തിനായി വരയണം എന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നേടിയ ആളുടെ ഓരോ ചലനം പോലും ലോകത്തിന് അനുഗ്രഹമായിട്ട് തീരുന്നതായിരിക്കും. ആ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ജീവിത കാഴ്ചപ്പാടിനെ ഉയർത്തുന്ന ഒരു ശ്ലോകമാണിത്. ഇതിന് ഈ ഒരു കാഴ്ചപ്പാടിൽ മഹാപുരുഷന്മാർ ജീവിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധകന്മാരെ സംബന്ധിച്ച് ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും അടുത്ത ശ്ലോകം നോക്കാം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അതേ അർത്ഥം തന്നെയാണുള്ളത്. അത് വേറൊരു രീതിയിൽ പറയുന്നു എന്നുള്ള മാത്രം. സർവഭൂതസ്ഥിതം യഹ മാം ഭജതി ഏകത്വം ആസ്ഥിതഃ സർവദാ വർത്തമാനഃ അപി സഹ യോഗി മയി വർത്തതേ. യഹ യോ എന്നുള്ളത് യഹ യാതൊരാളാണോ, മാം എന്നെ, യാതൊരാളാണോ മാം എന്നെ, എങ്ങനെയുള്ള എന്നെ? സർവഭൂതസ്ഥിതം എല്ലാ ഭൂതങ്ങളിലുള്ള എല്ലാത്തിലുള്ള സർവത്ര ഉള്ള എന്നെ. സർവഭൂതസ്ഥിതം യഹ മാം ഭജതി ഭജിക്കുന്നുവോ. എങ്ങനെ? ഏകത്വം ആസ്ഥിതഃ ഏകത്വത്തിൽ ഉറച്ചുകൊണ്ട്. സർവത്തിൻ്റെയും അസ്തിത്വം എന്നുള്ളത്, സത്യം എന്നുള്ളത്, ഉണ്മ എന്നുള്ളത് ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു നിഷ്ഠയിൽ നിലകൊണ്ടുകൊണ്ട് സർവഭൂതങ്ങളിലും നിലകൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യമാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എന്നെ ഭജിക്കുന്നത്. നമുക്ക് സുപ്രസിദ്ധവും സുപരിചിതവുമായിട്ടുള്ള ഒരു ഉദാഹരണം അല്ലേ? സ്വർണവും ആഭരണവും. എല്ലാ ആഭരണങ്ങളിലും അസ്തിത്വമായിട്ട് സത്തയായിട്ട് നിലകൊള്ളുന്നത് സ്വർണ്ണമാണ്. നാമരൂപങ്ങളായിട്ട് ആഭരണങ്ങളായിട്ട് പുറമെ കാണപ്പെട്ടാലും അടിസ്ഥാന അസ്തിത്വമായിട്ട്, അതൊരു വാതിൽപ്പാളി ആയാലും അല്ലേ, മാലയായാലും വടയായാലും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള അസ്തിത്വം എന്നുള്ളത് സ്വർണമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി പലതിനെ കാണുമ്പോഴും അടിസ്ഥാനമായിട്ടുള്ള അസ്തിത്വം എന്നുള്ളത് ഏകമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി യാതൊരാളാണോ ഭജിക്കുന്നത്. ഭജിക്കുക പറഞ്ഞാൽ ഇവിടെ സേവിക്കുക. ഭജതി പറഞ്ഞ സേവിക്കുക. ഭജതി യാതൊരാളാണോ ഭഗവാനെ സേവിക്കുന്നത്. എങ്ങനെയാ ഭഗവാനെ സേവിക്കുക?
ആ എല്ലാത്തിലും ഭഗവാനെ കാണാൻ അല്ലേ, ഏകബുദ്ധിയോടുകൂടി ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളത് അല്ലേ. ആ ഒരു ചൈതന്യത്തിന്റെ ഏകത്വം, അസ്തിത്വത്തിന്റെ ഏകത്വം, സത്യത്തിന്റെ ഏകത്വം കാണാൻ സാധിക്കുക. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൽ പ്രവർത്തനങ്ങളെ നിർവഹിക്കുക. ആ ഒരു രീതിയിൽ ഭഗവാനെ ഭജിക്കുക എല്ലാത്തിലുമുള്ള, അല്ലാതെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല അല്ലേ, പൂജ ആദികളിൽ മാത്രമല്ല, മറിച്ച് എല്ലാത്തിലും ഭഗവാനെ കണ്ട്, ഇതൊന്നും വേണ്ടെന്നല്ല, ഈ ഒരു തലം എന്നുള്ളത് എല്ലാത്തിലും ഭഗവാനെ കണ്ട് സേവിക്കുക എന്നുള്ളതായ ആ ഒരു തലം. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പല പല തലങ്ങളിലുള്ള ആശയങ്ങൾ വരും അല്ലേ. പലപ്പോഴും ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, ഏത് തലമാണിത്, ഏത് തലത്തിലാണ് പറയുന്നത് എന്നൊക്കെ. ആ ഒരു തലത്തെ, പറയുന്ന തലത്തെ നമ്മൾക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. ആ ഒരു വേർതിരിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസം തന്നെയാണ്. കുറേ ശാസ്ത്ര ശ്രവണമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേർതിരിച്ചെടുക്കൽ സാധിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്നാണ് മനസ്സിലാക്കുക. ഏതായാലും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതില്ല, ഞാനിപ്പോൾ കുറേയൊക്കെ വേദാന്തമൊക്കെ കേട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ധ്യാനയോഗമൊക്കെ കേട്ട് എല്ലാത്തിലും ഭഗവാനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായിട്ട് വരുന്ന സമയത്ത് അത് സ്വാംശീകരിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് സാധിക്കുന്ന തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ സർവഥാ വർത്തമാനഃ അപി സയോഗി മയി വർത്തതേ. സർവഥാ അയാള് എങ്ങനെ വർത്തിച്ചാലും ശരി, അയാള് സർവഥാ വർത്തമാനഃ അപി സയോഗി മയി വർത്തതേ. ആ യോഗി എന്നിൽ തന്നെയാണ് വസിക്കുന്നത്. അയാളും ഞാനും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല, വ്യത്യാസവും ഇല്ല എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നും കൂടെ ചൊല്ലി നോക്കാം. 30ാമത്തെ ശ്ലോകം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഇവിടെ ഈ ഒരു നമ്മുടെയൊക്കെ ജീവിത തലം എന്ന് പറഞ്ഞാൽ പല പല വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ. പല തരത്തിലുള്ള ആഗ്രഹങ്ങളോടുകൂടിയ അന്ധക്കരണമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഒരു തത്വം ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല അല്ലേ. പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല, അയാളോട് വേദാന്ന് പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. അയാളെ സംബന്ധിച്ച് ആ ഒരു ആഗ്രഹങ്ങൾ നിർവഹിക്കാനായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിരിക്കണം പ്രേരിപ്പിക്കേണ്ടത്. അത്യധികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറഞ്ഞതാണെങ്കിൽ അവർ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് പ്രേരിപ്പിക്കണം. ഇനി കുറച്ചുകൂടെ ഒരു അന്ധകരണത്തിൽ ശുദ്ധിയൊക്കെ വന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ കർമ്മയോഗത്തിന് വേണമെങ്കിൽ പ്രേരിപ്പിക്കാൻ സാധിക്കും അല്ലേ. കർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ കർമ്മഫലം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ, കർമ്മഫലത്തെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അല്ലാതെ അത്യധികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയ ആളോട് കർമ്മയോഗം പോലും പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടാവില്ല, അയാളത് തെറ്റിദ്ധരിക്കുകയുള്ളൂ. പിന്നെ വേദാന്ത പറയുകയാണെങ്കിലോ അങ്ങനെ തെറ്റിദ്ധരിച്ചാലാണ് വളരെ പ്രശ്നം തന്നെയാണ് അല്ലേ. ശാസ്ത്ര താല്പര്യത്തെ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ യഥാസ്ഥാനത്തല്ലാതെ പഠിക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കാൻ ഇടയാവുന്നത്. അങ്ങനെ ആ ഒരു വേദാന്ത പഠനത്തിനുള്ള അധികാരത്തെക്കുറിച്ച് പറയും, സാധനാ ചതുഷ്ടയത്തെക്കുറിച്ച് പറയും.
ശ്രവണ മനന നിധിധ്യാസനങ്ങൾ വേദാന്ത സാധനകളാണെങ്കിലും ആ ഒരു ശ്രവണം തന്നെ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനും പ്രാഥമികമായിട്ടുള്ള സമ്പത്തുകൾ, യോഗ്യതകൾ നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. ആ ഒരു യോഗ്യതയോടുകൂടി, യോഗ്യത പൂർണ്ണമാവാറ്റ് പഠിക്കുക എന്നുള്ളതല്ല, ഒരു പരിധി വരെയെങ്കിലും ആ ഒരു യോഗ്യത നമുക്ക് ഉണ്ടെങ്കിലാണ് വേദാന്ത തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന സാധന ചതുഷ്ടയം എന്ന് പറയും. അത് ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. വിവേക, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, അല്ലേ? നാലാമത്തത് മുമുക്ഷുത്വം എന്ന് പറയും. ഏതായാലും ഒന്നാമത് പറയണത് വിവേകം, അല്ലേ? വിവേകം എന്ന് പറഞ്ഞാൽ വിവേക ചൂടാമണിയിൽ പറയുന്ന നിത്യാനിത്യ വസ്തു വിവേകം. നിത്യമെന്ത് അനിത്യമെന്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ അറിയേണ്ടത്? നിത്യം അറിയാ, അനിത്യവും അറിയാ, അല്ലേ? അതല്ലേ അറിയേണ്ടത്. നിത്യമേത് അനിത്യമേത് എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു തിരിച്ചറിവെങ്കിലും നിത്യമേത് അനിത്യമേത് എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ആണ് വിവേകം. സാമാന്യമായിട്ട് പറഞ്ഞാൽ വിവേകം. വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും പരലോകത്തിലുള്ള പലവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിലുള്ള താല്പര്യം ഇല്ലാതിരിക്കുക. ഈ ലോകത്തിലും പരലോകത്തിലുള്ള വിഷയങ്ങളിൽ ആഗ്രഹം ഇല്ലാതിരിക്കുക. അതൊന്നും എൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഉപകരിക്കുന്നതല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. വിവേകം, വൈരാഗ്യം. അടുത്തത് ശമാധിഷട്കം എന്ന് പറയും. ശമം തുടങ്ങിയ 6. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിഗ്രഹം, മനസ്സിനെ പിടിച്ച് അടക്കി വെക്കുക, അല്ലേ? വിവേകത്തോടുകൂടി, അല്ലേ? ആദ്യം നമുക്ക് വിവേകം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ ഒരു വിവേകം ചെയ്യുന്നതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിൻ്റെ നിയന്ത്രണമാണ് ശമം എന്നുള്ളത്. അത് വിവേകത്തോടുകൂടി, ആദ്യം വിവേകം വേണമെന്ന് പറഞ്ഞു. ആ വിവേക വിചാരം നമ്മൾ ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ നിയന്ത്രണം വരുത്തുക. ദമം, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. അതായത് പല പല കാഴ്ചകളുടെ പിന്നാലെ, പല പല കേൾവികളുടെ പിന്നാലെ ഇന്ന് ഏറ്റവും കൂടുതൽ, അല്ലേ? ഏറ്റവും കൂടുതൽ പോകുന്ന, അല്ലേ, നമ്മുടെ ശ്രദ്ധയെ പോകുന്ന ഒരു വിഷയമാണിത്, അല്ലേ? വളരെയധികം. എന്തായാലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ ഉപരതി, ആ ഒരു വിഷയങ്ങളിലുള്ള രസത്തിൽ നിന്നുള്ള പിന്തിരിയൽ ആണ് ഉപരതി. അടുത്തത് തിതിക്ഷ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അടുത്തത് തിതിക്ഷ. തിതിക്ഷ സഹിക്കാനുള്ള സഹനം, സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, ചിന്താവിലാപരഹിതം, സ തിതിക്ഷ. യാതൊരു പ്രതികാര ബുദ്ധിയോ വിലാപമോ ഇല്ലാതെ, അതും വിവേകം വേണം അവിടെ, എങ്കിൽ മാത്രമേ തിതിക്ഷ ചെയ്യാൻ പറ്റൂ. അല്ലാതെ കടിച്ചമർത്തി വെച്ചതുകൊണ്ട് കാര്യമില്ല. വിവേകത്തോടുകൂടി ചിന്താ വിലാപരഹിതം സ തിതിക്ഷ എന്ന് പറയും. ഇതൊക്കെ പ്രക്രിയ നിലയ്ക്ക് വളരെ വളരെ പ്രധാനമാണ്, പ്രയാസമാണ്. ഏതായാലും
തിതിക്ഷ, ശ്രദ്ധ, ഇതിനൊക്കെ പ്രധാനമാണ്. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനമാണ് ശ്രദ്ധ എന്നുള്ളത്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം. ഇതൊക്കെ നമുക്കൊന്നും പറ്റിയ പണിയല്ല, നമുക്കൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റിയതല്ല ഇതൊന്നും. ഇതൊക്കെ കുറേ ആൾക്കാർ ബുദ്ധിമാന്മാരായിട്ടുള്ള വിദ്വാൻമാരായിട്ടുള്ള ആളുകളൊക്കെ എഴുതി വെച്ചതാണ്. ഇതൊന്നും നമുക്കൊന്നും പറ്റിയതല്ല എന്നുള്ള നിലയ്ക്ക് ഉള്ളതല്ലാതെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള ദൃഢമായ വിശ്വാസമാണ് ശ്രദ്ധ എന്നുള്ളത്. ഈ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാസ്ത്രത്തിലേക്ക് പ്രവേശവും ആ ഒരു തത്വത്തെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ശ്രദ്ധ, സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ ആ ഒരു തത്വത്തിൽ നമ്മൾക്ക് ശാസ്ത്രത്തിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള ആ ഒരു തത്വത്തിൽ നമ്മെ തന്നെ ഉറപ്പിക്കുക, അല്ലേ? നമ്മെ തന്നെ, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും പല പല ദിശകളിലേക്ക് പോകുന്ന ആ മനസ്സിനെ ആ ഒരു തത്വത്തിലുള്ള ഉറച്ച ആ നിലകൊള്ളലാണ് സമാധാനം എന്നുള്ളത്. അടുത്തതാണ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം ഉണ്ടാവുക എന്നുള്ളത്, മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടാവുക എന്ന് പറഞ്ഞു. സർവകാരണമായിട്ടുള്ള പരമാത്മ തത്വത്തെ അറിയാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ സാധിക്കും, അല്ലേ? ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമൊക്കെ ശ്രദ്ധ ഉണ്ടെങ്കിൽ, ആ പറയുന്നത് ശരിയാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനനുസൃതമായിട്ടുള്ള സാധനാ മാർഗങ്ങളിലൂടെ, ധർമ്മമാർഗങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കും എത്തിച്ചേരാവുന്ന തലം തന്നെയാണ് ഇത് എന്നുള്ള ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും. ഈ ഒരു എൻട്രൻസ് പാസ്സായാലാണ് അടുത്ത വേദാന്ത വിചാരത്തിനുള്ള യോഗ്യത എന്നുള്ളത്. എല്ലാ യോഗ്യത ഉണ്ടായിട്ടെന്നുള്ളതല്ല, മറിച്ച് സാമാന്യമായിട്ടെങ്കിലും ആ ഒരു അതെ ആ ഒരു സമ്പത്തുകൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, ആ ഒരു വേദാന്ത തത്വത്തെ നിരന്തരമായി നമ്മൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അവർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജീവിതയാത്ര സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു അനുഗ്രഹം, ഈ ഒരു യോഗ്യത നമ്മൾ നേടി എന്നുള്ളത് കൊണ്ട് ആ സർട്ടിഫിക്കറ്റും വെച്ച് കയ്യിൽ വെച്ച് ഇരുന്നതുകൊണ്ട് പ്രയോജനമില്ല. തുടർന്ന്, അല്ലേ, തുടർന്നുള്ള പഠനം എത്ര വർഷമാണോ വേണ്ടതെന്ന് വെച്ചാൽ, അല്ലേ, എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഒരു വർഷം കൊണ്ടുവന്നല്ല, ചിലർക്ക് ഒരു സെക്കൻഡ് കൊണ്ടുവന്ന, ചിലർക്ക് മറ്റ് കോഴ്സുകളെ പോലെ ഇത്ര വർഷം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഈ ഒരു എൻട്രൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് തുടർന്ന് നമ്മുടെ ജീവിത യാത്ര, ഈ ഒരു വേദാന്ത വിചാര ചെയ്തുകൊണ്ടുള്ള യാത്ര ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള, അല്ലേ, സത്സംഗങ്ങൾ, ആ ഒരു മഹാപുരുഷന്മാരുമായിട്ടുള്ള സത്സംഗം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ ചിന്താഗതികളെയൊക്കെ മാറ്റിമറിക്കാൻ, പരിവർത്തനം വരുത്താൻ, ചിലപ്പോൾ നമ്മുടെ പുസ്തകം വായിക്കുന്നതിനേക്കാൾ എത്രയോ നമ്മളിൽ മാറ്റം വരുത്താൻ ഉപകരിക്കുന്നതാണ് സത്സംഗം എന്നുള്ളത്. മഹാപുരുഷന്മാരുമായിട്ടുള്ള സംഘം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ ജീവിത ഗതിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഒരു വേദാന്ത വിചാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ആ ഒരു ധന്യതയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ് എന്ന് പറയാണ്. ഏതായാലും ഈ ഒരു അല്പബുദ്ധി വെച്ച് അല്പഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. എത്ര പതിരുണ്ട്, എത്ര നെല്ലുണ്ട് എന്നൊന്നും അറിയില്ല. ഏതായാലും ഈ ഒരു വാക്കുകളെ ഗുരുനാഥന് മുന്നിൽ, ഗുരുപരമ്പരയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമയോടുകൂടി പറയാനുള്ള ഒരു ഉത്സാഹം തന്നുകൊണ്ട് ഇവിടെ ഇരുന്ന എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുകയാണ്.
ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.